ഇന്നത്തെ വില എങ്ങനെ മാർക്കറ്റ് വില കാര്യം ചോദിക്കരുത് അച്ഛൻ, വില ഞാൻ പറയത്തില്ല. ഇതിപ്പോ കൊടുക്കണ്ടേ? അത് അവർ മേടിച്ചോളും, അവിടെ ബില്ലടിച്ചോളും. വില അച്ഛനൊന്നും തോന്നരുത്. അത് ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ വന്ന് ഞാൻ കണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന കസ്റ്റമർ, നിങ്ങൾ അവിടെ ചെന്ന് ഹരിയാന ചെല്ല്, അവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ പോയി പറ്റിപ്പിച്ചു. അല്ല, ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ? സത്യമായുള്ള കാര്യം. ആ ടീം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എടുത്തോണ്ട് പോയി വന്ന ആളിനെ വിൽക്കാൻ പറ്റാതെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. അന്നത്തെ മാർക്കറ്റ് പ്രൈസാണ്. ഒരേ റേറ്റിൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മാർക്കറ്റാണ്. ഇപ്പൊ ഇത്ര ആൾക്കാർ ചെല്ലുന്ന പെരുന്നാൾ അതിന്റെ പേര്, കാരണം കംപ്ലീറ്റ് വിറ്റൊഴിഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചിലപ്പോൾ അവർക്ക് അവിടെ തന്നെ കിട്ടും, മോഹവില കിട്ടും. ചേട്ടാ എവിടുന്നാ വരുന്നത്? നെയ്യാറില. നെയ്യാർ ഡാമിൽ നിന്ന് ഇവിടം വരെ വന്ന് പോത്തിനെ എടുക്കാനുള്ള കാര്യം എന്തോ? പോത്തിനെ ഇവിടെ ചേട്ടൻ നല്ല പോത്തിനെയാണ് ഇവിടെ ഇറക്കണമെന്നാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വാങ്ങിച്ചാൽ ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കാം. നമസ്തേ. എന്തുണ്ട് വിശേഷം? പോത്ത് വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ വെച്ചാൽ ഈ കാണുന്നതാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇനി നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ഇന്ന് എത്ര ലോഡ് ഉണ്ടായിരുന്നു? ഇന്ന് നമുക്ക് 53 പീസാണ്. ഒരു ലോഡ്? ഒറ്റ ലോഡ് നമുക്ക് നാളെ കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്ത. ഇന്നത്തെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ എന്തിനാ പറയുന്നത്? ഒരു ഒരിക്കലും നമ്മുടെ സാധനത്തിനെ പൊക്കി പറയാൻ പാടില്ല. പ്രേക്ഷകരോട് അച്ഛൻ ചോദിച്ചേട്ടാ. ഞാൻ ചോദിച്ചു. എല്ലാം നമുക്ക് 100 മുതൽ 300 വരെയുള്ള കുട്ടികളുണ്ട്. 100 മുതൽ 300 വരെ. അതെല്ലാം നമുക്കുള്ള കസ്റ്റമേഴ്സിന്റെ രീതി അനുസരിച്ചിട്ടാണ് നമ്മൾ വരുത്തി. ഇതിപ്പോ ഏത് ഇനമാണ് വന്നേക്കുന്നത്? മുറ തന്നെ. അച്ഛൻ അവിടെ വന്നിട്ടുള്ളതല്ലയോ? അത് ഏത് സ്ഥലം? എവിടെ? അത് നങ്കൽ പട്ടിയാബാദ് പേപ്പർ റോഡ് ഇരിപ്പുണ്ട്. വിത്ത് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് വരുന്നത്. ഇന്നത്തെ വില എങ്ങനെ മാർക്കറ്റ്? വില കാര്യം ചോദിക്കരുത് അച്ഛൻ, വില ഞാൻ പറയത്തില്ല. ഇതിപ്പോ കൊടുക്കണ്ടേ? അത് അവർ മേടിച്ചോളും, അവിടെ ബില്ലടിച്ചോളും. വില ചെയ്യാൻ പാടില്ല. മാർക്കറ്റ് വേരിയേഷൻ ഉണ്ടോ? മാർക്കറ്റ് ഭയങ്കര പ്രശ്നമാണ്. ഇന്നത്തെ വില ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവർക്ക് 165 വെച്ചേ കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിടുന്ന വില അറിയാം. കാരണം ഇപ്പം അച്ഛൻ്റെ മുമ്പിൽ എല്ലാത്തിനെയും തൂക്കിയതും ചെലവും കാര്യങ്ങളും എല്ലാം അച്ഛനെ കാണിക്കും. അത്രയും എക്സ്പെൻസീവ് ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ നമുക്ക് ആ 165 വരെ മേടിക്കാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതാക്കിയത് വണ്ടി ഓടുന്നത് മാത്രമേ നമ്മൾ അല്ല, ഇതിനകത്ത് പ്രോഫിറ്റ് എന്ന് പറയാൻ നമുക്ക് കൂടെ കിട്ടുന്നത്. അന്നേരം ഇപ്പം വലിയ ലാഭമില്ല എന്ന്. ലാഭമില്ല. നമ്മളിവിടെ 135-നും 130-നും കൊടുത്തോണ്ടിരുന്നത്, മനസ്സിലായല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വില ഇവരോട് പറയുമ്പോൾ തന്നെ അവർക്കും അത് പ്രയാസമില്ല. അണ്ണാ നല്ല കുട്ടിയെ കിട്ടിയാൽ മതി അവർ പറയും. ഈ പ്രാവശ്യത്തെ കുട്ടികൾക്കൊന്നും വലിയ കേടുപാടുകളൊന്നും ഇല്ല. ഒരു കേടുമില്ല. നമ്മളെ വണ്ടിയിൽ വരുന്ന നമുക്ക് 3 വണ്ടിയുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു തേർഡ് വണ്ടി കൂടെ ഇറങ്ങാൻ പോകുന്നു. ഈ 2 വണ്ടിയിൽ അടുത്ത ഒരു വണ്ടി നമ്മൾ ഈ വരുന്ന വണ്ടിക്കകത്ത് കംപ്ലീറ്റ് ഫുള്ള് ഫോം ചെയ്തിട്ടാണ് ഇതിനെ കൊണ്ടുവരും. ഈ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന കർഷകരുടെ അടുത്ത് എന്തോ പറയാനുള്ളത്? അവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. അല്ല, അവരെന്തോ പറഞ്ഞാലും അവര് നമ്മളോട് എപ്പോഴും നമ്മളിവിടെ നമുക്കുള്ള എല്ലാ റെക്കോർഡിനകത്തും ഉണ്ട്. എപ്പോഴും അവർക്ക് എന്നെ വിളിക്കാം, എന്ത് സംശയം വിളിക്കാം. പിന്നെ നമ്മളുടേതായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് വിടും. ഏത് സംശയം ആ ഗ്രൂപ്പിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അതിന്റെ ആൻസർ കിട്ടിയിരിക്കും. ആഹാരം കഴിക്കുന്നില്ല, വിര ഗുളിക കൊടുക്കേണ്ട സമയം, ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയം, വാക്സിനേഷൻ കൊടുക്കുന്നത് എല്ലാം പക്ക അവർക്ക് ആൻസർ കിട്ടിയിരിക്കും. കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഫോളോ അപ്പ് ചെയ്യാത്ത ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളെ ലക്കി ഡ്രോ. ഈ വില കിടക്കുന്നതിന്റെ പേര് നമുക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മൾ നിർത്തി വെച്ചിരിക്കുക. കൂപ്പൺ വില നമ്മളെ കയ്യിൽ ഇരിപ്പുണ്ട്. എപ്പോ വില താഴുന്നു അന്നേരം നമ്മൾ 100 കുട്ടിക്ക് ഒരു കുട്ടി ഫ്രീ കൊടുക്കും. ഇപ്പൊ ഈ വില കയറാനുള്ള സാധ്യത അവിടെ മീറ്റ് റേറ്റ് കൂടുതലാണ്. കട്ടിംഗ് റേറ്റ്, ഇതെല്ലാം കട്ടിംഗ് പർപ്പസിൽ മാർക്കറ്റിൽ വരുന്ന കുട്ടികൾ അറിയാമല്ലോ. നമ്മൾ നമ്പർ 1 കുട്ടികൾ അവിടെ നിന്ന് പോയി വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ നിന്ന് കേട്ടുണ്ട്. കട്ടിംഗ് പർപ്പസിന് വരുന്ന കുട്ടികളാണ്. ഈ കുട്ടികളെ നമ്മൾ അത് സെലക്ട് ചെയ്തിട്ട് അല്ല ഇവിടെ ഒരു മനുഷ്യന് ഫാമിൽ നിന്ന് മേടിച്ചു പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല. ഞാൻ തർക്കിക്കത്തേ ഉള്ളൂ. ആർക്കും ഫാമിൽ നിന്ന് പോകുന്നില്ല. എല്ലാം മാർക്കറ്റ് പർച്ചേസ്, പല മാർക്കറ്റ്. അതിന്റെ പേരിൽ അവിടെ ഇപ്പം മാർക്കറ്റ് റേറ്റ് കൂടുതലാണ്. നോർമലി നമ്മളൊരു കുട്ടിയെ 7 രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവിടെ 8 രൂപ വിലയാണ്. ഈ 1500 രൂപ കൂടിയപ്പോൾ ഈ നമുക്ക് ബയ്യേഴ്സ് പുറമോട്ട് മാറി. ഇപ്പം നമ്മുടെ ഓൺ പർച്ചേസ് അതിന്റെ പേര് ഞാൻ പറയുന്നത് ശ്വാസം പിടുന്ന വെച്ചാൽ കണ്ടായിരുന്നു. എത്ര കിലോ വീഴും. കാരണം നമുക്ക് ഇത് കൊണ്ടുവന്നിട്ട് നഷ്ടത്തിൽ കൊടുത്തിട്ട് കാര്യമുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടി ഓടുന്നതിന് അതുകൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും മുതലായി കൂട്ടുന്ന വെച്ചിട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ പ്രോഫിറ്റ് ഇല്ല. ഇപ്പം ഈ റോഡിലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെയുണ്ട്? റോഡിലുള്ള പ്രശ്നങ്ങൾ തന്നെ എല്ലാം നമ്മൾ എൻട്രി ഫീസ് കൊടുക്കും. അതാ ഇതിനകത്ത് എക്സ്പെൻസീവ്. റോഡ് എക്സ്പെൻസാണ് കൂടുതൽ. 1 ലക്ഷം രൂപ പുറത്ത് വരുന്നു. ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അത് അറിയാം. അല്ല, ഈ ആളുകൾ പൊതുജനങ്ങൾ വിചാരിക്കുന്നത് അവിടുന്ന് പോത്തിനെ എടുത്ത് നേരെ ഇനി കൊണ്ടുവരുവാന്നുള്ളൊരു ചിന്തയല്ല. നേരെ ഇങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഉറക്കൊഴിഞ്ഞിരിക്കേണ്ട ആവശ്യം. ഇത് താൻ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നില്ല. അത് വരുത്തുന്ന എല്ലാവർക്കും അറിയാം. ഇല്ല, പിന്നെ ഇതിനകത്ത് പൈസ പോകാത്തത് നമ്മളെ മാത്രമേ. നമ്മളെ വണ്ടി സാധനം കയറ്റി നമ്മളവിടെ കാശ് കൊടുക്കുന്നു. അല്ലാതെ വേറെ വണ്ടി വരുന്നതിൻ്റെ എല്ലാം കണക്ക് തന്നെ. ഇവിടുന്ന് കേരള ടീമുകളുണ്ട്. ഇതിനെ ആരെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ മേടിച്ചിട്ട് കച്ചവടം ചെയ്യാനുള്ളത്. എല്ലാം കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട. ആ പൈസ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി ഒരു രഹസ്യം ചോദിച്ചോട്ടെ?
നിലവില് ഒരു പ്രഭാതത്തില് ഇവിടെ കേരളത്തില് പോത്തിന്റെ ഫാമുകൾ കണ്ടമാനം നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പൊട്ടി വിരിയുകയായിരുന്നു. ഇപ്പൊ ഈ പൊട്ടി വിരിഞ്ഞത് എങ്ങോട്ട് പോയെന്നറിയാം. പക്ഷേ നമ്മുടെ സമ്മർലാൻഡിന്റെ ഒരു അനക്കം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സമ്മർലാൻഡ് നമ്മളെപ്പോഴും നമ്മുടേതായിട്ടുള്ള ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഏത് സീസണിലും ഓഫ് സീസണിലും നമുക്ക് ഇവിടെ കുട്ടികൾ കാണും. അതിന് ഇനി എത്ര എണ്ണം പൊട്ടി വിരിഞ്ഞാലും ശരി തന്നെ അത് അച്ഛനൊന്നും തോന്നരുത്. അത് ചില യൂട്യൂബേഴ്സ് ഉണ്ട് ഇവിടെ വന്ന് കണ്ടിട്ട് ഇവിടെ തന്നെ നിൽക്കുന്ന കസ്റ്റമർ, നിങ്ങൾ അവിടെ ചെന്ന് കല്യാണം ചെല്ല്, അവിടുന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇങ്ങനെ പോയി പറ്റിപ്പിച്ചു. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണോ? സത്യമായുള്ള കാര്യം. ആ ടീം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എടുത്തോണ്ട് പോയി വന്ന ആളിനെ വിൽക്കാൻ പറ്റാതെ നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമ്മൾ തിരിച്ചെടുക്കാൻ പോയിട്ടുണ്ട് ഈ കുട്ടികളെ. ആൾക്കാർക്ക് തോന്നും ഓ അദ്ദേഹം അങ്ങ് വിൽക്കുന്നു, കാശുണ്ടാക്കുന്നു, അതായത് ഒന്നുമല്ല. ഇതിനകത്തൊക്കെ ഒരു ലിമിറ്റേഷനേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കണക്ക് അവരെ കണക്ക് പാടുപെടുന്നു, ജീവിക്കുന്നു എന്നല്ല. അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നുമില്ല. ഇതൊക്കെ അന്നേരം വിറ്റ് പോകുന്ന നമുക്ക് ആ തുച്ഛമായി കിട്ടുന്ന ആ പൈസ മതി. നമുക്ക് നിർത്തി കിട്ടുന്ന വേണ്ട. ഇവരെല്ലാം നമ്മളെ വണ്ടി വരുന്നത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഇറക്കുന്നു, അന്നേരം കൊടുക്കുന്നു. നാളെ എന്നുള്ളൊരു കച്ചവടമില്ല. ഇവിടെ നിലവിൽ മറ്റൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വളർത്തിയ പോത്തുകളെ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. വളർത്തിയ പോത്തിനെ നമ്മൾ എപ്പോഴും തിരിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം സീസൺ ബേസിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ പെരുന്നാൾ ഇപ്പോൾ എടുക്കാൻ പോകും. കറക്റ്റ് നമ്മൾ ഈ കൊടുക്കുന്ന പൈസയ്ക്ക് തന്നെ എടുക്കും. അന്നപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതല്ല, അന്ന് കൊടുത്തിരിക്കുന്ന 135. ആ 135 രൂപയ്ക്കാണ് നമ്മൾ തൂക്കിയെടുക്കും. എങ്ങനെ ഇന്ന് കൊടുക്കുന്ന വിലക്കാണോ അന്നത്തെ വിലക്കാണോ? ഇത് പുള്ളിയുടെ ചോദ്യങ്ങൾ ചോദിച്ചേ. ഇവിടുന്ന് കുട്ടികളെ കൊടുത്ത് നമ്മുടെ രജിസ്റ്ററിൽ ഉണ്ടല്ലോ. നിങ്ങളെ എല്ലാവരുടെയും പേര് കാര്യങ്ങൾ എഴുതിയിട്ടല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരുന്നത്, വിത്ത് ടെലിഫോൺ നമ്പർ വരെ. പിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നവർ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ വയ്ക്കുന്നുണ്ട്. ഒന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മക്കളെ ചേച്ചിയുണ്ട്, നമ്മളെ ഗ്രൂപ്പിലുണ്ട്. വ്യക്തമായിട്ട് ഒരു കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് നിങ്ങൾ മേടിച്ച ഡേറ്റ് അറിയാന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് മേടിച്ച ഡേറ്റ് നമ്മളെ റെക്കോർഡിൽ നമ്മൾ എടുക്കും. ഇന്ന ആള് പേര് ഇത്ര കുട്ടി നമുക്കറിയാം. അല്ല വേറൊരു കുട്ടി നമ്മൾ ഇവിടെ എടുക്കത്തില്ല, പുറത്തുനിന്ന് എടുക്കത്തില്ല. ഇല്ലില്ല, പുറത്ത് ഒരൊറ്റ കുട്ടി നമ്മൾ എടുക്കത്തില്ല. നമ്മളെ കസ്റ്റമേഴ്സിന്റെ മാത്രം കുട്ടികളാണ്. ഒന്നും കൂടെ വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ഈ നമ്മള് എന്ന് തിരിച്ചെടുക്കുന്ന അന്നത്തെ മാർക്കറ്റ് പ്രൈസ് ആണോ? അന്നത്തെ മാർക്കറ്റ് പ്രൈസാണ്. ഒരേ റേറ്റിൽ നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ പെരുന്നാൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക മാർക്കറ്റാണ്. ഇപ്പൊ ഇത്ര ആൾക്കാർ ചെല്ലുന്ന പെരുന്നാളായതിന്റെ പേര്, കാരണം കംപ്ലീറ്റ് വിറ്റൊഴിഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ചിലപ്പോൾ അവർക്ക് അവിടെ തന്നെ കിട്ടും, മോഹവില കിട്ടും. നമ്മളിവിടെ ഇപ്പൊ കൊണ്ടുവരുന്ന പ്രസന്റ് സിറ്റുവേഷനിൽ എന്തോ വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിന്റെ പൈസ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അത് ചില സമയത്ത് കുറയാം, ചില സമയത്ത് കൂടാം. അതുകൊണ്ട് നമ്മൾ കർഷകരോട് ഒരു വാക്കൂടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത്, എപ്പോഴും പോത്തുകുട്ടിയെ മേടിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടുന്ന ആ ഒരു ടൈമുണ്ട്. ആ ടൈമിനെ കൊടുക്കാവൂ. പെരുന്നാൾ, വലിയ പെരുന്നാൾ കൊടുത്താൽ അവർക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. അതിന് മുമ്പിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ ഒരു 400-300 കിലോ ഉള്ള ഒരു കുട്ടിയുടെ മോളിൽ എങ്ങനെയായാലും 7 രൂപ 10 രൂപ അവർക്ക് നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലാണ് വന്നത്. കക്ഷി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ നല്ല കുട്ടികളെയും കിട്ടും, 2 അവർക്ക് വേണമെങ്കിൽ സെയിൽ ആയില്ലെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചെടുക്കുമെന്നും പറഞ്ഞു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം വളർച്ച നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ നമ്മളോട് പറയും ഏത് കാര്യത്തിന് എന്ത് ആഹാരം കഴിക്കുന്നില്ലേ അതിന്റെ മരുന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ അവർ പറഞ്ഞു കൊടുക്കും ഇന്ന മരുന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളോട് പേഴ്സണലായിട്ട് സംസാരിച്ച് നമ്മളും പറയും ഇന്നത് ചെയ്യാൻ പറയും. ഒരു പുതിയ കസ്റ്റമറിന് വന്നും ധൈര്യമായിട്ട് പോത്തിനെടുക്കാം. ഏത് കർഷകർ ഇവരെല്ലാം അറിഞ്ഞും കേട്ടും വരുന്നത്. ഇത് ഇദ്ദേഹം ആറ്റിങ്ങൽ വന്നതാണ്. ഇത് ഇവിടെ നമ്മളൊരു സ്ഥിരമായിട്ട് വരുന്നത് കടമ്പനാട്ടിൽ നിന്ന് വരുന്നത്. പുള്ളി വണ്ടിയും വിളിച്ചോണ്ടാ വരുന്നത്, അറിഞ്ഞും കേട്ട് വരുന്നത്. അങ്ങനെ ഒരു കസ്റ്റമർ ഒരാളോട് പറഞ്ഞു വെച്ചാൽ, പക്ഷേ ഇപ്പൊ ഈ വില കൂടി നിൽക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഇവരോട് പറയാൻ പോലും ഒരു മനപ്രയാസമാണ്. കാരണം നമ്മൾ അത്രയും വില താഴ്ത്ത് കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റുള്ളവർക്ക് ഞാനൊരു കുരിശാന്ന് തന്നെ കൂട്ടിക്കും. സത്യം, കച്ചവടക്കാർക്ക് നമ്മളൊരു കുരിശ് തന്നെ അവർ പറയാം വിനോദേട്ടനുള്ളതിന്റെ പേര് ഞങ്ങൾക്ക് കൂടുതൽ മേടിക്കാൻ പറ്റത്തില്ലെന്ന ആ രീതി. പക്ഷേ അവർ ഉപയോഗിക്കുന്ന ട്രിക്ക് എന്തോന്നറിയോ, ഞങ്ങൾ എവിടെ കണ്ടെന്നൊക്കെ തപ്പിപ്പറക്കി കൊണ്ടുവന്നിട്ട് വെക്കും. അതൊന്നും അല്ല, തപ്പിപ്പറക്ക് എല്ലാവരും ഒരിടത്തുനിന്നുണ്ട്. അത് സാക്ഷി ഞാനുണ്ട്, അതിന് സാക്ഷി അച്ഛനുണ്ട്. പിന്നെ യൂട്യൂബേഴ്സ് ഒത്തിരി ഉണ്ട്. അത് അങ്ങനെ പഠിക്കുന്ന കുറെ പേര് പറഞ്ഞ് അവരെ അങ്ങ് പഠിപ്പിക്കും. ആരെയാ പുതിയതായിട്ട് ഇറങ്ങുന്നത്, എന്തുവാ ജിന്ദ് ഹിസാർ റോത്ത, ഇത് പറഞ്ഞ് ആ പാവപ്പെട്ടനെ അറിഞ്ഞൂടാ തന്നെ അങ്ങ് പറ്റിക്കും. അവിടുന്ന് അവിടെ അവൻ ജിന്ദും കണ്ടിട്ടില്ല, ഹിസാറും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. നമ്മളിത് അരിച്ചു കുണിച്ച് നടക്കുന്ന ഒരാളാണ്. പക്ഷെ ജനങ്ങളോട് നമ്മൾ കർഷകരോട് അങ്ങനെയുള്ളൊരു വഞ്ചനയില്ല. അതിന് നമുക്കിപ്പം കമന്റ് എങ്ങനെയോ ആയിക്കോട്ടെ, അയാൾ വലിപ്പിക്കുന്നോ ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ പറയാനുള്ളത് ഇത്ര ആളിവിടെ വരത്തില്ലല്ലോ. ഇല്ല നമ്മൾ പറയാനുള്ള പറയും. നമ്മളിവിടെ ഈ പറയുന്ന കണക്ക് കിലോ എടുക്കുന്ന എപ്പോഴും അവരോട് പറയാനുള്ളത്, നമ്മൾ ഓഫ് സീസണിൽ വേറൊരു വിലയാണ്, സീസണിൽ വേറൊരു വില. എല്ലാത്തിനും വെച്ചാൽ അറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്താൽ പോലും 25,000 ഓടിക്കൊണ്ടിരിക്കുന്ന 1 ലക്ഷം മേടിക്കുക. എന്തുകൊണ്ടാ? സീസൺ ബേസാണ്. കാരണം സാധനം കിട്ടാനില്ല. ഇത് നമ്മൾ സാധനം കിട്ടാത്തതിന്റെ പേരിലല്ല, സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ സാധനത്തിന് ഓവർ എക്സ്പെൻസ് ആയിപ്പോയി. ഒരു കുട്ടിക്ക് 1,500 രൂപ മുതൽ 2,000 രൂപ വരെ അവിടെ കൂടുതലാണ്. അതിന്റെ പേരിൽ ബയ്യേഴ്സ് എല്ലാം പുറമോട്ട് മാറി. ഏജന്റ് കാശ് ഇവിടുന്ന് കൊടുത്തവന്മാരെല്ലാം പൈസ അവിടെ അടിഞ്ഞു, അവരതിൽ നിന്ന് കിട്ടത്തില്ല. പക്ഷെ മലയാളിക്ക് വിശ്വാസം ഇല്ലല്ലോ. വിചാരിച്ച് നമുക്ക് ആരെങ്കിലും ഓർഡർ തന്നാലും നമുക്ക് കൊടുക്കാനും പാടാം, കൊടുക്കാൻ ഒരു ടൈം വേണം, നമുക്ക് തന്നെ തികയുന്നില്ല.
ഓക്കെ, താങ്ക് യു. ശരി അച്ഛാ. ചേട്ടാ എവിടുന്നാ വരുന്നത്? നെയ്യാറിടാം. നെയ്യാർ ഡാമിൽ നിന്ന് ഇവിടം വരെ വന്ന് പോത്തിനെ എടുക്കാനുള്ള കാര്യം എന്തോ? പോത്തിനെ ഇവിടെ ചേട്ടൻ നല്ല പോത്തിനെയാണ് ഇവിടെ ഇറക്കണതെന്നാണ്. പിന്നെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വാങ്ങിച്ചാൽ ഇവിടെ തന്നെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ ആണ് ഇവിടെ ഇത്രയും ദൂരം. ഇവിടുന്ന് വാങ്ങിച്ച ഇവിടെ തന്നെ തിരിച്ചെടുക്കുമല്ലോ? തിരിച്ചെടുക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അത് ശരി. അന്നേരം ഇതിപ്പം എത്ര പോത്തിനെ വാങ്ങിച്ചു? ഞാൻ ഇപ്പൊ 2 വാങ്ങിച്ചു. 2 വാങ്ങിച്ചു. എന്താ തൂക്കമുണ്ട്? ഇത് ഒരെണ്ണം 122, ഒരെണ്ണം 119 കിലോ. എന്താ വിലയായിരുന്നു? 155. 155. വിലയൊക്കെ സാമാന്യ ഭേദമായ വിലയാണോ? നമ്മൾ പിന്നെ ഇത്ര ദൂരെ നിന്ന് വരുമ്പോ വില കൂടുതലാണെന്നാണ് പറയാൻ. അത്ര ദൂരെ നിന്ന് വരുന്നുണ്ടല്ലേ? അപ്പൊ വണ്ടി അവിടുന്ന് കൊണ്ടുവന്നോ? വണ്ടി അവിടെ നിന്ന്. ഇന്ന് ഇറങ്ങിയോ? ഇന്നലെ ഇറങ്ങിയോ? ഇന്ന് രാവിലെ ഒരു 4-5 മണിയോടെ ഇറങ്ങി. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോത്തിനെ വാങ്ങിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നമുക്ക് അതിനെ കുറിച്ച് അറിയണം. എന്നാലും പൊക്കം, അതിന്റെ നീട്ടം, നെടുപ്പം, ഇതൊക്കെ നോക്കിയാണോ വാങ്ങിച്ചേ? അതേ ഞാൻ ചോദിച്ചോളൂ, അത് എന്തൊക്കെയാ നോക്കി വാങ്ങിച്ചതെന്നുള്ളതാ ഞാൻ ചോദിച്ചേ. ഇത് മുറ ക്ലോസ് ആണോ അതോ മുറയോ? ഇത് മുറയെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 90% അത് തന്നെ. നേരത്തെ പോത്തിനെ വളർത്തിട്ടുണ്ടോ? ഞാനൊരു 10 വർഷമായിട്ട് വളർത്തുന്നുണ്ട്. ഇവിടുന്ന് തന്നെ എടുക്കുന്നേ? ഇവിടെ നിന്ന് ഇപ്പൊ ആദ്യമായിട്ടാണ്. ഞാൻ ഇവിടെ ആറ്റിങ്ങൽ പിള്ളാസ് ഫാം, പിന്നെ കുളത്തൂപ്പുഴ നമ്മളെ രാജീവേട്ടൻ, അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആദ്യമായിട്ടാ? അന്നേരം ബാക്കിയുള്ളിടത്തെല്ലാം പരീക്ഷണം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ സമ്മർ ലാൻഡിലേക്ക്. നമുക്ക് വളർത്തിയാനുള്ള വില നമുക്ക് കിട്ടുന്നില്ല. അവിടെ നിന്നും നമുക്ക് പ്രയോജനം ഉണ്ടായില്ല. പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മൾ കച്ചവടക്കാർ നമുക്ക് ഇതിന്റെ വില തരില്ല. നമുക്കിപ്പം ഇതിനെ ഒരു 3 മാസം വളർത്തിയാലേ ഈ പൈസ കിട്ടും. ഇതിപ്പോ നമ്മൾ എത്ര മാസം വളർത്തിയതിരെ? ഞാനൊരു 6-7 മാസം. എന്തൊക്കെ ആഹാരം കൊടുക്കും? പരുത്തിപ്പിണ്ണാക്ക്, പുളിയരിപ്പൊടി, ഗോതമ്പ് തവിട് സ്ഥിരമായിട്ട് കൊടുക്കും. അഴിച്ചു വിടാറൊക്കെ ഉണ്ടോ? അഴിച്ചുവിടാൻ സ്ഥലമുള്ളിടത്ത് വിടും. വയലിലൊക്കെ കൊണ്ടുവിടും? വയലൊന്നുമില്ല, നമുക്ക് വിട്ട് മേയ്ക്കും. ഇപ്പൊ എങ്ങനെ ഇത് കരപ്പുരയുടെ തന്നെയാണോ വളർത്തുന്നേ? വെള്ളമൊക്കെ കൊടുക്കണ്ടേ? വെള്ളം നമുക്ക് കുളിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, 6 സൗകര്യമുണ്ട്. പിന്നെ രാവിലെയും ഉച്ചയ്ക്ക് വൈകുന്നേരം 3 നേരം വെള്ളം കൊടുക്കും. ഇവർക്ക് വെള്ളം അത്യാവശ്യം? വെള്ളമാണ് അത്യാവശ്യം. എപ്പോഴും ശരീരം നനഞ്ഞിരിക്കണം? എപ്പോഴും നനഞ്ഞില്ലെങ്കിലും ഒരു 3 നേരമെങ്കിലും അതിനെ നനയ്ക്കണം. അന്നേരം തീർച്ചയായിട്ടും സമ്മർ ലാൻഡിൽ വന്നേക്കുന്ന ഒരു ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഇപ്പൊ വന്നേക്കണേ. ചേട്ടാ അതിന്റെ കാര്യങ്ങൾ ഇവിടെ കുട്ടികളെ കണ്ടിട്ട് എന്താ പറയുന്നത്? കുട്ടികളെല്ലാം നല്ല കൊള്ളാം. നിങ്ങളിപ്പോ പല സ്ഥലങ്ങളിൽ പോയി കുട്ടികളെ എടുത്തിട്ടുള്ളവരാ. അത് ഇവിടുത്തെ കുട്ടികളും ബാക്കിയുള്ളിടത്തെ സ്ഥലത്തെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്? അങ്ങനെ പറയാൻ പിന്നെ അവര് മോശപ്പെടുത്തി പറയാം. എല്ലായിടത്തും കുട്ടികളെ കൊള്ളാം. പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ കുട്ടികളെ കൊള്ളാം. വലിയ കേടുപാടുകളൊന്നും ഇല്ല? വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടികളാണ്. നല്ല കുട്ടികൾ. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയാണ്? പേര് സജി.